5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നാമെല്ലാം ഏതെങ്കിലും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതാചാരപ്രകാരം ഏതെങ്കിലുമൊക്കെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരാണ്. ചിലർ വസ്ത്രധാരണ രീതി അങ്ങനെ കൊണ്ടുപോകുന്നവരാണ്, മതം പറയുന്ന രീതിയിൽ കൊണ്ടുപോകും. ചിലർ മറ്റ് ആചാരങ്ങൾ, ചില പൂണൂൽ ഇടുന്നവരുണ്ട്, പർദ്ദ ധരിക്കുന്നവരുണ്ട്, ഗുർഖ ധരിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓരോ ആചാരങ്ങൾ ഓരോ തരത്തിൽ പോകുന്നവരാണ്. ഈ ഇടയ്ക്ക് ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പഠനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ്. 100 പേരിൽ പഠനം നടത്തി 70 പേരിൽ ഈ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത്. അത് അവരിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്നാണ്. ഒരു പരിശോധിക്കുക, 1 മില്ലി ലിറ്റർ രക്തത്തിൽ 30 മുതൽ 100 വരെ നാനോഗ്രാം വൈറ്റമിൻ ഡി ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പോൾ 30 മുതൽ 100 നാനോഗ്രാം വരെ വൈറ്റമിൻ ഡി ഓരോ മില്ലി ലിറ്റർ രക്തത്തിൽ ഉണ്ടായിരിക്കണം. നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് സൂര്യപ്രകാശം കൊള്ളണം ശരീരത്തിൽ. അതുകൊണ്ടാണ് പല ഡോക്ടർമാരും പറയുന്നത് രാവിലത്തെ വെയിൽ കൊള്ളുക, നല്ല ചൂടുള്ള വെയിലല്ല, അത് പിന്നെ നമ്മൾ തളർന്നൊക്കെ പോകും. വൈകുന്നേരത്തെ പോക്ക് വെയിൽ കൊള്ളുക. അപ്പോൾ വെയിലിന് വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് രക്തത്തിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കിന്നിൻ്റെയൊക്കെ ചില ഡെവലപ്മെൻറ്റ് വൈറ്റമിൻ ഡി ആവശ്യമുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളല്ല അതിന് പകരം വൈറ്റമിൻ ഡി ഉള്ള വസ്തുക്കൾ കഴിച്ചാൽ പോരെ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അത് പോരാ, സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ടുള്ള വൈറ്റമിൻ്റെ അളവ് വേണം എന്നാണ് പറയുന്നത്. അങ്ങനെ പഠനം നടത്തിയപ്പോൾ 70% വരുന്ന മുസ്ലിം സ്ത്രീകളിലും 30% വരുന്ന ഹിന്ദു സ്ത്രീകളിലും, ഇതിൽ ജാതിയൊന്നുമില്ല, 70% വരുന്ന മുസ്ലിം സ്ത്രീകളിലും 30% വരുന്ന ഹിന്ദു സ്ത്രീകളിലുമാണ് ഗുരുതരമായ കാണുന്നത്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണുന്നത്. അതിൽ 100 ഹിന്ദുക്കളും 100 മുസ്ലിങ്ങളും 200 സ്ത്രീകളെയാണ് പഠന വിധേയമാക്കിയത്. അപ്പോൾ അല്ല 100 ഹിന്ദുക്കളെ 100 മുസ്ലിങ്ങളെ. അതിൽ വൈറ്റമിൻ്റെ കുറവ് മൂലമുള്ള ഓസ്റ്റിയോമലാസിയ എന്ന രോഗാവസ്ഥ ഗൂർഖ ധരിക്കുന്നവരിൽ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നതും നമ്മുടെ ആഹാര രീതിയൊക്കെ ഒരു കാലഘട്ടത്തിൽ ശരിയായിരുന്നു. അന്നത്തെ രീതി നോക്കുമ്പോൾ മതവും ആചാരവും ഒക്കെ പറയുന്നു പോയി. പക്ഷേ കാലം മാറുന്നു, ശാസ്ത്രം ഒരുപാട് പുരോഗമിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുന്നു. എന്നാൽ ആവശ്യത്തിലധികം വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ദോഷമാണെന്ന് പഠനങ്ങൾ വരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ പഠനങ്ങൾ തരുന്ന, ശാസ്ത്രീയ പഠനങ്ങൾ തരുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഒരു പുരോഗമന സമൂഹമാകുന്നതും നമുക്ക് കൂടുതൽ ആരോഗ്യമുണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ ഒരു ബലം പിടുത്തം, ഒരിക്കലും ഒരു ആചാരം പറഞ്ഞു, മതം പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യത്തിൽ ഒരു ബലം പിടിക്കേണ്ട കാര്യമില്ല. മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള എന്തൊക്കെയാണോ അവരുടെ ആവശ്യത്തിന് വൈറ്റമിനും മിനറൽസും പ്രോട്ടീനും എന്തൊക്കെ ആവശ്യം, ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഓരോ ഘടകങ്ങളും അനുസരിച്ചാണ് മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ബലപ്പെടുന്നത്. എല്ലായാലും, പല്ലായാലും, മജ്ജയായാലും, മാംസമായാലും, രക്തമായാലും, തലച്ചോറായാലും ഓരോ അവയവങ്ങളും പുഷ്ടിപ്പെടുന്നത് അല്ലെങ്കിൽ ശക്തിപ്പെടുന്നത് അല്ലെങ്കിൽ ബലപ്പെടുന്നത് ഓരോ വസ്തുക്കൾ കഴിക്കും. അതുകൊണ്ടാണ് ആഹാരത്തിലൊക്കെ പ്രോട്ടീൻ വേണം, വൈറ്റമിൻ വേണം, മിനറൽസ് വേണം, ഇങ്ങനെ ഓരോ ഐറ്റങ്ങൾ വേണം, എന്ന് ഫാറ്റ് വേണം, എല്ലാം വേണം ഒരു സന്തുലിതാവസ്ഥയിൽ എന്ന് പറയുന്നത്. പച്ചക്കറി ധാരാളം കഴിക്കണം പറയുന്നത്, വളരെ കുറച്ചെങ്കിലും പിന്നെ മാംസം കഴിക്കുന്ന കാര്യം പറയുന്നു, മുട്ട കഴിക്കുന്ന, മത്സ്യം കഴിക്കുന്ന, പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നതിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന പഠനമനുസരിച്ച് ഗുർഖ ധരിക്കുന്ന സ്ത്രീകളിൽ കൂടുതൽ രോഗങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും കൂടെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ വസ്ത്രം, ശരീരം മുഴുവൻ 1 മില്ലിമീറ്റർ സ്ഥലം പോലും പുറത്ത് കാണാതെ, കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ബാക്കി ഒരു ശരീരഭാഗം പുറത്ത് കാണാതെ മൊത്തം ശരീരം അടച്ചു നടക്കുന്ന സ്വഭാവമുള്ള വസ്ത്രധാരണ രീതികളൊക്കെ ഉണ്ട്. ഇതുണ്ടാക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് UP യിൽ നിന്ന് പഠനങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിവാദങ്ങൾക്കോ തർക്കങ്ങൾക്കോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഒരു വശത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വേണം, മറുവശത്ത് മനുഷ്യരുടെ ചിന്തകളും അവരുടെ ആരോഗ്യവുമൊക്കെ പ്രധാനമാണ്. അപ്പോൾ കിട്ടുന്ന ശാസ്ത്ര വിവരങ്ങളെ ഇതിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് എങ്ങനെയാണ് നമ്മുടെ മതാചാര്യന്മാർക്ക് കഴിയുക? അല്ലാതെ ആരെങ്കിലുമൊക്കെ ഇത് ഉപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വലിയ തർക്കവും വഴക്കും, പിന്നെ നാളെ അതിൻ്റെ പേരിൽ കലാപവും കത്തിക്കലും, ഏതെങ്കിലും പിന്നെ മറ്റു മതക്കാരാണ് പറയുന്നതെങ്കിൽ അതെന്തിനാണ് നമ്മുടെ മതത്തിൽ കയറി അവർ അഭിപ്രായം പറയുന്നത് വെച്ച് വല്ലാത്തൊരു കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. ഇവിടെയാണെങ്കിൽ ഹിന്ദുക്കളുടെയിലും പഠനം നടത്തിയിട്ടുണ്ട്, മുസ്ലിങ്ങളുടെയിലും പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് പുതിയ വെളിച്ചമാണ്. ഈ പുതിയ വെളിച്ചത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ശാസ്ത്രത്തിൻ്റെ പുതിയ വെളിച്ചത്തെ നമ്മൾ സന്നിവേശിപ്പിക്കും. ഒരുപാട് കാര്യങ്ങൾ സന്നിവേശിപ്പിച്ചല്ലോ. സിനിമ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന വിഭാഗത്തിൽ നിന്ന് സിനിമ എല്ലാവരും കാണുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മമ്മൂട്ടിയെ പോലുള്ള നടന്മാരുണ്ടാകുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ പാട്ട് കേൾക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു, അതെല്ലാം മാറി. വസ്ത്രധാരണത്തിൽ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ലോക ജനത മുന്നോട്ട് പോയി. മുസ്ലിം സമുദായത്തിലും വലിയ പരിഷ്കാരങ്ങൾ നടന്നു, ക്രിസ്ത്യൻ സമുദായത്തിൽ നടന്നു, അതുപോലെ തന്നെ മതങ്ങളിൽ നടക്കുന്നു. ഹിന്ദു മതത്തിലാണെങ്കിൽ ഇതിൻ്റെ ബഹളമാണ്, മാറ്റങ്ങളുടെ ഒരു ബഹളമാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വന്നിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ തലച്ചോറിനെ മാറ്റി ചിന്തിപ്പിക്കട്ടെ. ശാസ്ത്രം തരുന്ന വഴികളെ കൂടി സന്നിവേശിപ്പിക്കുമ്പോഴാണ് നമുക്ക് മതത്തെയും കൂടുതൽ ശാസ്ത്രീയവൽക്കരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ
ആചാരങ്ങളോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളവ എടുക്കുക, ആവശ്യമില്ലാത്ത ആരോഗ്യത്തിനും നമ്മുടെ നന്മയ്ക്കും ആവശ്യമില്ലാത്തവ ആരായാലും ആര് പറഞ്ഞു വെച്ചതാണെങ്കിലും അത് മാറ്റിവെക്കുവാനുള്ള ഒരു വലിയ സംവിധാനം എല്ലാ തലത്തിലും ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ മാനവരായി മാറുന്നത്.